ഇനി വി ഡി സതീശനല്ല, മുഖ്യമന്ത്രി വി ഡി സതീശൻ, അപ്പുറത്ത് സഖാവ് പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവായാൽ ഇന്നലെ വരെ സതീശനുണ്ടായിരുന്ന കണ്ടോൺമെന്റ് ഹൗസിലേക്ക് വാടക വീട്ടിൽ നിന്നും താമസം മാറ്റാം. സതീശൻ ഏതായാലും ക്ലിഫ് ഹൗസ് ഉറപ്പിച്ചിരിക്കുന്നു. നീണ്ട 10 വർഷത്തെ LDF ഭരണം അവസാനിപ്പിച്ച് UDF അധികാരത്തിൽ വരികയാണ്. KPCC പ്രസിഡന്റ് ലോകഭവനിലേക്ക് വിളിച്ച് ഗവർണർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം തൊട്ട് ആരാണ് മുഖ്യമന്ത്രി എന്ന വലിയ ചോദ്യത്തിന് മുന്നിൽ കിട്ടിയ 102 സീറ്റിന്റെ ഉജ്ജ്വല വിജയം ആഘോഷിക്കാനോ അതിൽ മതിമറന്ന് ആഹ്ലാദിക്കാനോ കോൺഗ്രസുകാർക്കും UDFകാർക്കും ഇതുവരെ സാധിച്ചിരുന്നില്ല. പലരും പറഞ്ഞ പോലെ വീട്ടിൽ നിന്നിറങ്ങാൻ പറ്റാത്ത തരത്തിൽ നാണക്കേടായി മാറി. അങ്ങനെ മാറ്റാനായി ചില ഗൂഢനീക്കം നടത്തിയതുമൊക്കെയായി അരങ്ങ് തകർത്ത രാഷ്ട്രീയ നാടകങ്ങളായിരുന്നു കഴിഞ്ഞ 10 ദിവസം കേരളത്തിൽ അരങ്ങേറിയത്. അതിന് പിന്നാലെ ഇന്ന് ഉച്ചയോടെ 3 വരിയിൽ കേരളത്തിന്റെ ജനനായകനായി വി ഡി സതീശനെ പ്രഖ്യാപിക്കുകയായിരുന്നു. അവിടെ ദൈവനിയോഗമെന്ന് പറഞ്ഞുകൊണ്ട് സകലരോടും നന്ദി പറഞ്ഞ് കേരളത്തിൻ്റെ 13ാമത്തെ മുഖ്യമന്ത്രിയായി സ്വയം മാറുന്ന സതീശനെയും നമ്മൾ കണ്ടു. അതിന് പിന്നാലെ സതീശനുള്ള ആശംസകൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ. അവിടെ കോൺഗ്രസിന് പുറത്തു നിന്നുകൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ പുറത്തു നിർത്തിയ സതീശനോട് രാഹുൽ മാങ്കൂട്ടത്തിന് ചിലത് പറയാനുണ്ട്. അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. തൻ്റെ വിഷയത്തിൽ സതീശനെടുത്ത കർക്കശ നിലപാടും അവിടെ KC മുഖ്യമന്ത്രിയായി വന്നാൽ മതി എന്ന് ഷാഫി പറയുന്നതുമൊക്കെ രാഷ്ട്രീയമായി ഏറെ പുകലുകളാണ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് പിന്നാലെ സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ മാങ്കൂട്ടത്തിലിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകൾ ഇതാണ്: മുന്നിൽ നിൽക്കുന്നവൻ്റെ ആവേശമല്ല, പിന്നിൽ നിൽക്കുന്നവൻ്റെ കരുതലാണ് കോൺഗ്രസ്. അധികാരം എന്നത് വെറുമൊരു കസേരയല്ല, അത് ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ വിയർപ്പിൻ്റെ ഫലമാണ്. വിജയത്തിൻ്റെ പടവുകൾ കയറുമ്പോൾ കൂടെ നിന്നവരെ മറക്കരുത്. വിനയമാണ് ഒരു ഭരണാധികാരിയുടെ ഏറ്റവും വലിയ ഗുണം. പുതിയ മുഖ്യമന്ത്രിക്ക് എല്ലാവിധ ആശംസകളും. ഈ വാക്കുകൾ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ഒരു വലിയ രാഷ്ട്രീയ സന്ദേശം ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ പാർട്ടിക്കുള്ളിലെ യുവനിരയുടെ ആവേശവും പ്രതീക്ഷകളും ഇത്തരത്തിൽ പങ്കുവെക്കപ്പെടുന്നത് ജനാധിപത്യപരമായ ഒരു പാർട്ടിയുടെ കരുത്തായിട്ടാണ് രാഷ്ട്രീയ ലോകം വിലയിരുത്തുന്നത്. ഷാഫി പറമ്പിലും മാങ്കൂട്ടവും അടക്കമുള്ള യുവനേതാക്കൾ മുന്നോട്ട് വെക്കുന്ന വികാരങ്ങളെയും നിർദ്ദേശങ്ങളെയും ഉൾക്കൊള്ളാൻ സതീശന് സാധിക്കുമെന്നാണ് അണികളുടെ വിശ്വാസം. പുതിയ ഭരണത്തിൽ ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ ഭരണത്തെ കൂടുതൽ ജനകീയമാക്കാനും തെറ്റുകൾ തിരുത്തി ഒത്തൊരുമയോടെ മുന്നേറാനും അത് സഹായിക്കും. ആഘോഷങ്ങൾക്കിടയിലും ഈ ഫേസ്ബുക്ക് കുറിപ്പ് സതീശന് നൽകുന്ന മികച്ച ഒരു ഭരണത്തിനായുള്ള ക്രിയാത്മകമായ പിന്തുണയാണ്. ഏതായാലും ഈ പുതിയ മാറ്റം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ എന്ത് തരം ചലനങ്ങളാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.